ഇടഞ്ഞ കസേരമോഹികളെ എങ്ങനെ അനുനയിപ്പിക്കും? ഹൈക്കമാൻഡ് ഇന്ന് നിർണായകമായ ഒരു യോഗമാണ് ഡൽഹിയിൽ ചേരുന്നത്. ഇന്നലെ വൈകിട്ട് തന്നെ വി.ഡി. സതീശനെയും രമേശ് ചെന്നിത്തലയെയും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെയും ഡൽഹിക്ക് വിളിച്ചിരുന്നു. ഇന്ന് രാവിലെ നിർണായകമായിട്ടുള്ള യോഗം ചേരുകയാണ്. KC വേണുഗോപാൽ നിലവിൽ ഡൽഹിയിൽ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ടും ഒരു യോഗം, വളരെ നിർണായകമായ ഈ 3 പേരുടെയും പേരുകൾ അടങ്ങിയ ഒരു ലിസ്റ്റ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഹൈക്കമാൻഡിന് കൈമാറിയിരുന്നു. മുകുൾ വാസനിക്കും അജയ് മാക്കാനുമാണ് ഈ റിപ്പോർട്ട് കൈമാറിയത്. 63 MLA-മാരുടെ മനസ്സറിഞ്ഞ റിപ്പോർട്ടാണ് കൈമാറിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് ഇന്ന് രാവിലെ നടക്കുന്നത്. MLA-മാരുടെ എണ്ണം കണക്കിലെടുത്തുകൊണ്ട് മുകുൾ വാസനിക്കും അജയ് മാക്കനും കേരളത്തിലെ 63 കോൺഗ്രസ് MLA-മാരുടെ നിലപാട് ആരാഞ്ഞിരുന്നു. 63 പേരിൽ 50 പേർ KC വേണുഗോപാലിന്റെ പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ KC വേണുഗോപാൽ അസന്നിഗ്ധമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും എന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയും. എങ്കിലും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും തങ്ങളുടെ നിലപാട് അറിയിക്കും. തങ്ങൾക്ക് എന്തെല്ലാം ഘടകങ്ങൾ തങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട് എന്നുള്ള കാര്യം ഇന്ന് രാവിലെ നടക്കുന്ന മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും വിളിച്ചു ചേർത്തിരിക്കുന്ന ഈ ഹൈക്കമാൻഡ് യോഗത്തിൽ ഈ 2 പേരും തങ്ങളുടെ നിലപാട് അറിയിക്കും. എന്തെല്ലാമാണ് തങ്ങളെ പരിഗണിക്കാനുള്ള സാധ്യതകൾ എന്ന് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഹൈക്കമാൻഡ് മുൻപാകെ സമർപ്പിക്കും. അതിനുശേഷം വിശദമായ ചർച്ച തന്നെയാണ് നടക്കുന്നത്. വി.ഡി. സതീശനെയും രമേശ് ചെന്നിത്തലയെയും KC വേണുഗോപാലിനെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒരു പക്ഷേ കാണാനുള്ള സാധ്യത കൂടുതലാണ്. മുകുൾ വാസനിക്കും അജയ് മാക്കനും 63 MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഹൈക്കമാൻഡിന് സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ പ്രധാനമായും 3 ഘടകങ്ങളാണുള്ളത്. ഒന്ന്, MLA-മാരുടെ അഭിപ്രായം. ആ അഭിപ്രായം കണക്കിലെടുക്കുമ്പോൾ 50ഓളം MLA-മാർ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. രണ്ടാമതായി, ഘടകകക്ഷികളുടെ നിലപാട് എന്താണ് എന്നത് സംബന്ധിച്ച് ആ റിപ്പോർട്ടിലുണ്ട്. ആ ഘടകകക്ഷിയുടെ നിലപാട് എന്താണെന്ന് ഹൈക്കമാൻഡ് വിശദമായി ഇന്ന് ചർച്ച ചെയ്യും. ഒപ്പം ജനവികാരം ആരുടെ ഒപ്പമാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യവും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. അതും ഇന്ന് വിശദമായി ചർച്ച ചെയ്യും. അവിടെ വി.ഡി. സതീശന് പ്രതികൂലമാകാനാണ് സാധ്യത. കാരണം വി.ഡി. സതീശൻ അവസാന കൈ എന്ന നിലയ്ക്ക്, അവസാനത്തെ ആയുധം എന്ന നിലയ്ക്ക് കഴിഞ്ഞ ദിവസം മുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രകടനങ്ങൾ നടത്തുകയുണ്ടായി. അത് ഹൈക്കമാൻഡിന് അലോരസമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം ഇത്തരമൊരു സന്ദർഭത്തിൽ പരസ്യമായ പ്രകടനം നടത്തുന്നത് പാർട്ടിക്ക് എതിരാണ് എന്നുള്ള നിലപാടാണ് ഹൈക്കമാൻഡിനുള്ളത്. അത് തീർച്ചയായിട്ടും വി.ഡി. സതീശന് തിരിച്ചടി ഉണ്ടാക്കും. തനിക്ക് അനുകൂലമായി പൊതുവികാരം ഉണർത്താനായി ആത്മഹത്യ നാടകം വരെ കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ പയറ്റിയിരുന്നു. അതിനെയൊക്കെ ഹൈക്കമാൻഡ് വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. അത് തീർച്ചയായും വി.ഡി. സതീശന്റെ മുഖ്യമന്ത്രി സ്വപ്നത്തിന് തടയിടുന്ന സംഗതികളാണ്. ഏതായാലും ഇന്ന് ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കും. അത് വൈകിട്ടോടുകൂടി ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. അതല്ല എങ്കിൽ ഞായറാഴ്ചത്തേക്ക് ഈ പ്രഖ്യാപനം മാറ്റും. അതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങ് കൂടിയുണ്ട്. ഒരിക്കൽ കൂടി മുകുൾ വാസനിക്കും അജയ് മാക്കനും കേരളത്തിലേക്ക് വരും. അന്തിമമായ പ്രഖ്യാപനം ഉണ്ടാകും. ഒടുവിൽ ഞായറാഴ്ചയോടുകൂടി, പരമാവധി ഞായറാഴ്ചയോടുകൂടി തന്നെ മുഖ്യമന്ത്രി ആരാണെന്ന് തീർച്ചയായും അറിയാൻ കഴിയും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.